വിനേഷ ഉറ്റുനോക്കുന്നത് ആ രീതിയിലുള്ള ഏതെങ്കിലും നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അത് സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം പോലും ആ പ്രതീക്ഷയില്ലേ? സുരേഷ് ഗോപിക്ക് BJPയുടെ എ ക്ലാസ് മണ്ഡലം, സ്റ്റാർ മണ്ഡലം എന്ന് കരുതപ്പെടുന്ന തൃശ്ശൂരിൽ വിജയം ഒരുക്കുന്ന രീതിയിലേക്ക് ആ രീതിയിലേക്കുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ, അതല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വനിതാ ബില്ലിനു ശേഷമുള്ള സന്ദർശനമായതുകൊണ്ട് അത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതടക്കം സംസ്ഥാന BJP പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? അപർണ, ഈ വനിതാ ബില്ലിന് ശേഷമുള്ള മോദിയുടെ വരവ്, അതായത് തൃശ്ശൂരിലേക്കുള്ള വരവ്, തൃശ്ശൂർ എങ്ങനെയും പിടിക്കുക, സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അവിടെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്കറിയാം, ഒരു പക്ഷേ അങ്ങനെ വലിയൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാവുക. മറിച്ച് കൂടുതൽ എങ്ങനെ സ്ത്രീപക്ഷ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളത് ആണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും, കുട്ടനെല്ലൂരുള്ള കോളേജ് ഗ്രൗണ്ടിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2 മണിക്ക് എത്തേണ്ടത് ഇപ്പോൾ 3 മണിയാകാനായിരിക്കുന്നു. അദ്ദേഹം എത്തും. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം തൃശ്ശൂർ പോലുള്ള സ്ഥലം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമായി BJP കാണുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ അത് പിടിക്കാൻ പറ്റും, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം BJP കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം, നിയമസഭയിൽ പോലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നെങ്കിൽ പോലും അത് BJPയുടെ ക്രെഡിറ്റിലല്ല, മറിച്ച് O രാജഗോപാലിന് ലഭിച്ച, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ചതാണ് എന്നുള്ളൊരു വിലയിരുത്തലെല്ലാം കേരളത്തിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപിയിലൂടെ പിടിച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ആ ഒരു സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു BJPക്ക് എവിടെയും തന്നെ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കർണാടകയിൽ മാത്രമാണ് പിന്നെയും കുറച്ച് സ്വാധീനമുള്ളത്. അതും അവിടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം പോലുള്ള സ്ഥലത്ത് ഒരു ലോക്സഭ, ഈ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഒരിടത്തെങ്കിലും ജയിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മിഷനറികളെയും ഇറക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വരുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇവിടെ എത്തും. വലിയ പ്രചാരണ കോലാഹലങ്ങൾ തന്നെയായിരിക്കും തൃശ്ശൂർ അഭിമുഖീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. കാരണം എത്രയോ കാലങ്ങളായി, കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, BJPയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, BJPയുടെ സംസ്ഥാന ഘടകത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയത കാരണം തന്നെ പലപ്പോഴും ഇപ്പോൾ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും V മുരളീധരനും ഇങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പരമാവധി വലിയ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അനൗദ്യോഗികമായാണ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇനി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും പറയില്ലെങ്കിൽ പോലും, പ്രധാനമന്ത്രി പറയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സൂചന അതിൽ നിന്ന് ഉണ്ടാവും. ഒപ്പം തന്നെ കൂടുതൽ പദ്ധതികൾ, എന്തെല്ലാം പരിപാടികൾ, സ്ത്രീ ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, സ്ത്രീപക്ഷ പദ്ധതികൾ എന്തൊക്കെയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും BJPക്കുണ്ട്. അപർണ. റൈറ്റ് വിനേഷ്, ഏതായാലും ആ പ്രഖ്യാപനം അതെന്ത് രീതിയിലായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം BJP ഉറ്റുനോക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു മൈലേജ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ ലോക്സഭ മഹിളാ സമ്മേളന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രധാനപ്പെട്ട സ്ത്രീ പങ്കാളിത്തങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ പങ്കാളിത്തവും വേദിയിലുണ്ടാകും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. PT ഉഷ അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം വേദിയിൽ ഉണ്ട്. മിന്നുമണി, ശോഭന അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടാകും. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ, സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമതി രാജി പ്രസാദ്, State Secretary Renu Suresh, State Spokesperson Advocate TP Sindhumol, National Executive Member
Sri Kummanam Rajashekharan ji. National Executive Member Sri P.K. Krishnadas ji. State Vice President Sri A.N. Radhakrishnan ji. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ C.K. പത്മനാഭൻ. BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നു. OBC മോർച്ചയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ബിന്ദു വലിയശാല, മഹിളാ മോർച്ചയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ML അശ്വിനി, മഹിളാ മോർച്ചയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ബിന്ദു സുരേഷ്. എല്ലാവരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ വനിതകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ശ്രീ അനിൽ കെ ആന്റണി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവേദ്കർ ജി, കേരളത്തിൻ്റെ സഹപ്രഭാരി, ഉത്തർപ്രദേശിൽ നിന്നുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ മരുമകൻ ശ്രീ രാധാമോഹൻ അഗർവാൾ ജി, നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യയായിട്ടുള്ള ഉഷ ചേച്ചി ഉൾപ്പെടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുള്ളക്കുട്ടി, ശ്രീ അനിൽ ആന്റണി, മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകകളായിട്ടുള്ള സഹോദരിമാർ, എൻ്റെ മുന്നിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ നാരായ വേരുകളും നാഡീമിടിപ്പുകളുമായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇത് തൃശ്ശിവപേരൂരിൻ്റെ മണ്ണിൽ, ഈ ശക്തന്റെ മണ്ണിലേക്ക് ഏതാനും സമയത്തിനകം നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യമായ ശ്രീമാൻ നരേന്ദ്രമോദി, നമ്മുടെ എല്ലാവരുടെയും ആദരമായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി, നമ്മുടെ എല്ലാവരുടെയും പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി, എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയിലെ പെൺകുട്ടികളെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്താഴപ്പട്ടിണിക്കാരന്റെ മക്കളെ സുകന്യ സമൃദ്ധി പദ്ധതിയിൽ നിങ്ങൾ ചേരണമെന്നും നിങ്ങൾ കൊടുത്ത പണത്തിന്റെ പകുതി പണം അതോടൊപ്പം ഞാൻ ചേർക്കുമെന്ന് പറഞ്ഞ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദി, ഈ ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിയ സമയത്ത് ലോകനായകന്മാർ സുഹൃത്തെന്ന് വിളിച്ച്
നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയെ ആദരത്തോടുകൂടി നോക്കി വണങ്ങി. ലോകത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന വലിയ രാജ്യങ്ങളുടെ തലവന്മാർ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി. കൊറോണ ബാധിക്കപ്പെട്ട ലോകം കൊറോണയിൽ ചൂഴ്ന്നു നിൽക്കുന്ന സമയത്ത് അശരണരായിട്ടുള്ള കോവിഡ് വാക്സിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത എന്റെ സഹപ്രവർത്തകർ, ഈ ലോകത്ത് മുഴുവനുമുള്ളവർ ഒരു ഭാരതാംബയുടെ തന്നെ സങ്കല്പമായിട്ടുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടക്കീഴിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സമ്മാനിച്ച അവർക്ക് ജീവനേകിയ ശ്രീമാൻ നരേന്ദ്രമോദി. പ്രിയപ്പെട്ടവരെ, ആ ശ്രീമാൻ നരേന്ദ്രമോദിയാണ് ഈ ശക്തന്റെ മണ്ണിലേക്ക് ഇവിടത്തെ അമ്മമാരെ കാണാൻ, സ്ത്രീകളെ കാണാൻ കടന്നു വരുന്നത്. അദ്ദേഹം എന്നോടും നിങ്ങളോടും പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാൾ MLA ആയാൽ, ഒരാൾ മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ അയാൾ ഈ രാജ്യത്തിന്റെ കാവൽക്കാരനും ഈ രാജ്യത്തിന്റെ സേവകനുമായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വിളിച്ചു പറഞ്ഞ ആരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിജിയാണ് ഇന്ന് എന്നെയും നിങ്ങളെയും കാണാൻ വേണ്ടി ഏതാനും സമയത്തിനകം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഞാൻ എൻ്റെ അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നീറുന്ന പൊള്ളുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോക്കറ്റിൽ നിന്ന് അല്പം പണമെടുത്തുകൊണ്ട് ഞങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പടം അതിവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു ആളുകളുടെ മുന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ആ ഫ്ലെക്സ് ബോർഡുകൾ ഊരിക്കൊണ്ടു പോകാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിലകത്തെ തൊഴിലാളിക്കുണ്ടാകുമോ? ഞങ്ങൾക്കറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളാണ് ഈ തൃശൂരിലെ അധികാരികൾക്ക് ഫോൺ ചെയ്തത്. നിങ്ങൾക്കാണ് സഹിക്കാത്തത്. കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് സഹിക്കുന്നില്ല ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വരവ്. ആ വരവ് ഒരൊന്നൊന്നര വരവാണ് പിണറായി. ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിമാർ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജനങ്ങളെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ മകളെയും മകനെയും എപ്പോഴും ആലോചിച്ചുകൊണ്ട് അവരെ സ്വർണമഞ്ചത്തിൽ കിടത്തി ആട്ടിയുറക്കാനാണ്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡ് അയച്ചാൽ, അദ്ദേഹം വരുന്ന വരവിൽ ആ ബോർഡുകൾ നിങ്ങൾ നീക്കം ചെയ്താൽ, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ അമ്മമാരുടെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ വെച്ച നരേന്ദ്രമോദിയെ മാറ്റാൻ പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അമ്മമാരുടെ ജനക്കൂട്ടം ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് അതിശക്തയായിട്ടുള്ള നേത്യാരമ്മയുടെ മണ്ണാണ്, ശക്തന്റെ മണ്ണ്. ആ നേത്യാരമ്മയുടെ മണ്ണിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായിട്ടുള്ള നരേന്ദ്രമോദിജി കടന്നു വരുന്നത്.